ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സുഖം. നമ്മളിപ്പോൾ ഉള്ള എവിടെയെന്ന് വെച്ചാൽ നമ്മളെ പൈങ്ങാട്ടിയുള്ള ഒരു കുളത്തിലാണ്. ഇവിടെ ഗ്രാമം എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഈ സ്ഥലം. ഞാൻ മാത്രമല്ല, ഇന്ന് സൺഡേനെ കൊണ്ട് നമ്മളെ ചെങ്ങായൊക്കെ ഉണ്ട്. ഒരു പുരക്കൂടെ ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ നമ്മളെ ക്യാമറമാനും ഉണ്ട് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടുത്തെ ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. പിന്നെ കുളം ഫുള്ള് വൈബ് സ്ഥലമൊക്കെയാണ്. ഇപ്പോൾ ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിൽ മീനൊന്നുമില്ല. പിന്നെ ഇവിടെ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അവിടെ എന്തൊരു സംഭവം ഉണ്ട്, അത് നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക്. പിന്നെ ഇതാ ഇതിനെപ്പറ്റിയുള്ള ഓരോ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. പൈങ്ങാട്ടിരി കുളം, എന്താ പൈങ്ങാട്ടിരി കുളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ കുളം ഇതാ ഇവർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊക്കെ പോയേക്കാം, എന്നിട്ട് അടുത്തോരോ കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് പിന്നെ നമ്മളെ ബാഡ്മിൻ്റത്തിൻ്റെ ഒരു ചെറിയൊരു ഇതാണ്. പിന്നെ അങ്ങോട്ട് റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകൾ. നമുക്കൊന്ന് അങ്ങോട്ട് പോയേക്കാം. നമ്മളെ ചെക്കൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആരാ ക്യാമറമാൻ അല്ലേ? ഇതൊക്കെ എന്ത്? ഇതിൻ്റെ ഉള്ളിലത്തെ സംഭവം കാണിച്ചു തരാം. പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഇതാ നെറ്റൊക്കെ ഇട്ടുണ്ട്. കയറാൻ പറ്റില്ലല്ലോ. എങ്ങനെ? വേണ്ടവർക്ക് എടുക്കാം. അങ്ങനെയാ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തുറന്നെടുക്കാൻ പറ്റൂലേ? പക്ഷെ നമുക്ക് വേണ്ടല്ലോ. അതെ അതെ, വെറുതെ തുറന്ന് ഇതാക്കണ്ടല്ലോ അല്ലേ. നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയേക്കാം. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും. അടിപൊളി സ്ഥലമാണ്. ഇവിടെ റോബസ്റ്റും വാഴയൊക്കെ ഉണ്ട്. റോബസ്റ്റ് വാഴ. എന്തായാലും ഇവിടെ തീപ്പൊടിയൊക്കെ കൊണ്ട് വെച്ചേ. സിഗരറ്റ് വലിക്കാൻ ആരൊക്കെ കൊണ്ട് വെച്ചത് തോന്നുന്നു. നമുക്ക് ആവശ്യമില്ല. ഇതിൻ്റെ അത് സാധനമില്ല. അതെ അതെ, നല്ല രസമുണ്ടല്ലേ ഇവിടെ ഇരിക്കാൻ. നല്ല ഓടൊക്കെയാണ്, അതുകൊണ്ട് ചൂടും കാര്യങ്ങളൊന്നുമില്ല അല്ലേ. അടിപൊളിയാണ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല വൈബാണ്. വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ഫുള്ള് വൈബാക്കാം. പിന്നെ ഈ ഇവിടെ വന്ന് അലമ്പ് പരിപാടിയൊക്കെ കാണിച്ചാൽ പിന്നെ നാട്ടുകാർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സീനാവും അല്ലേ. അതെ, അതിനെക്കൊണ്ട് അയറ്റാത്ത പരിപാടിക്കൊന്നും നിൽക്കണ്ട. പിന്നെ അടിപൊളിയാണ്. നല്ല വൈബ് സ്ഥലമാണ്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടൊക്കെ നല്ല അടിപൊളി കാഴ്ചയൊക്കെയാണ്. അതൊക്കെ കാണിച്ചു തരാം. ആൾക്കാരത് പറയാൻ പറ്റില്ല, എപ്പോഴും ആൾക്കാരൊക്കെ കയറി വരുന്നത്. നിങ്ങളൊരു കഥ എഴുതുന്ന അടിപൊളിയാണ് ഗൈസ്. അപ്പോ നിങ്ങള് ഇങ്ങോട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ വന്നോളി. അതന്നെ, അടിപൊളി സ്ഥലമാണ്. പിന്നെ ബാക്കിൽ ഫുള്ളും കഴുങ്ങുന്തോട്ടൊക്കെയാണ്. കഴുങ്ങുന്തോട്ടം ഉണ്ട്. പിന്നെ ഇതിന്റെ മരത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇത് പ്ലാവാണ്. അതിന്റെ ബാക്കിലൊരു മരം ഉണ്ട്, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. കാണാൻ നല്ല കറുപ്പ. അതിന്റെ എല്ലാം ഇങ്ങനെ താന്ന് കിടക്കുന്നത് ചെറിയ കറുപ്പയാ. എന്ത് ഇത്? എന്നിട്ട് വലിയ ഇതുണ്ടല്ലോ. ആ, ഇല ചെറുതല്ലേ? എനിക്കറിയില്ല കൈസ്, എന്നെക്കൊണ്ട് ഒന്നും പറയുന്നില്ല. എന്തായാലും നമുക്ക് ഇവിടെ എത്രയൊക്കെയാണ് കാണാനുള്ള. എന്താ ഈ കുളത്തിൽ അധികം ആഴൊന്നുമില്ല തോന്നുന്നു. കണ്ടിട്ട് അത്ര ആഴൊന്നും തോന്നിക്കുന്നില്ല. പിന്നെ അത് ലൈറ്റല്ലേ? അവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട്. വൈകുന്നേരം ആയാൽ ചിലപ്പോൾ കത്തിക്കോ? ഞാൻ നേരത്തെ പറഞ്ഞ റിസോർട്ട് അതാണ്. കാണുന്നുണ്ടോ? ഓപ്പൺ ആയിട്ടില്ല. അത് ഇനി ഒരാഴ്ച കഴിയുമ്പോൾ ഓപ്പൺ ആവും കാര്യങ്ങളൊക്കെ. അത് ചെറിയ ചെറിയ ഇതാ, ചെറിയ ചെറിയ റൂമുകളാ. ഓ അങ്ങനല്ലേ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോവാലോ, പോയോക്കാലോ. അപ്പോൾ നമുക്ക് അടുത്തോരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ പുല്ലുണ്ടോ ഗൈസ്? ഇത് നമ്മളെ മറ്റേ ഈ കറുകപ്പുല്ലാണ്. പറിച്ച് കാണിച്ചു തരാം. ഐസ്, ഇതുണ്ടോ? ഇത് കറുകപ്പുല്ലാണ്. ഇത് നമ്മളെ ഈ മരണാന്തര ചടങ്ങുകൾക്കൊക്കെ ഈ റിങ്ങൊക്കെ ആയിട്ട് എടുക്കുന്ന പുല്ലാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും. ഇവിടെയൊക്കെ കുറേ ഉണ്ട്, പക്ഷെ അത്ര നല്ലതൊന്നുമല്ല. നല്ലതെന്ന് വെച്ചാൽ എങ്ങനെ ചവിട്ടി ഫുള്ള് ചളിയൊക്കെ ആയി ചെറിയ ചെറിയ സംഭവങ്ങളാണ്. മറ്റേനെടുക്കുമ്പോൾ വലിയ നല്ല അടിപൊളി സാധനമൊക്കെ വേണമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതാണ് സംഭവം. ഇതൊക്കെ ഓരോ റൂമൊക്കെ ഉള്ളൂ തോന്നുന്നു. നമ്മൾ അങ്ങോട്ട് അധികം പോയിക്കില്ല, അങ്ങോട്ട് പോകുന്നില്ല. റിസോർട്ട്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ നമുക്ക് എന്താ പറയുക, അവിടെ ഉള്ള ആളില്ല. അതുകൊണ്ട് അപ്പോൾ വെറുതെ പോയിട്ട് ഇതാക്കണ്ടെന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇതാ ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്. അതിനെക്കൊണ്ട് എന്താണ് അലമ്പ് കളിച്ചാലൊക്കെ എന്തായാലും അറിയും. അതിനെക്കൊണ്ട് ഇവിടെ ഒന്നും അലമ്പ് കളിക്കാനുണ്ട. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇവിടെ ഇത് ഒരു റൂമിൻ്റെ ഒരു ഇതാണ്. പിന്നെ ഇവിടെ കുറേ വാഴയൊക്കെ ഉണ്ട്. ഇത് ഓപ്പൺ ആയിട്ടില്ല, എല്ലാം സെറ്റ് ആക്കുന്നുള്ളൂ. സമയമുണ്ട്, നമ്മൾ എടുക്കും. എല്ലാം സെറ്റാവും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ചെയ്യൂലേ? ചെയ്യും. നമ്മളിനി ഇവിടെ ഗ്രാമത്തിലേക്ക് പോവാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അവിടെ മറ്റേ ഞാൻ പണ്ട് ഇതിൽ കൂടെ ഒക്കെ പോകുമ്പോൾ കാണുന്നതാണ്. മറ്റേ ഈ കോലൊക്കെ വരച്ചിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അത് അതന്നെ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതിപ്പോൾ ഉണ്ടാവുമോ? ഉണ്ടാവൂലേ? അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. രാവിലെ വന്നാലേ അതിന്റെ വൈബ് ഇട്ടുള്ളൂ. പിന്നെ ഇപ്പം വൈകുന്നേരമായി നോക്കാം നമുക്ക്. എന്താ വൈകുന്നേരം വൈബ് ഇട്ടുണ്ട്? അവർ രാവിലെയാണ് കോലെടുക്കുക.
എന്തായാലും നോക്കാം ഗൈസ്. വിഷു ആയിക്കില്ല, അപ്പോഴത്തേക്ക് ഇതാ ഇവിടെ കണിക്കൊന്നൊക്കെ ഫുള്ള് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ഓരോ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഇനി നിങ്ങൾ ഫുള്ളും പണ്ടത്തെ ഒരു ഇത് പോലത്തെ അല്ലേ? വൈബ് വീട് അതന്നെ, പണ്ടത്തെ കാലത്തെ വീടാ. ഇതെന്താ കിണറാ? ആരെ വെള്ളം ഉണ്ട് അതിൻ്റെ അത്? വേണ്ട ഗൈസ്, ഫോണായിട്ടും പോയാൽ പോയി. ഇവരെ പച്ച ഹൗസ് ഉണ്ടോ? ഇതെന്താ അമ്പലോ? ഞാൻ ആദ്യം അമ്പലമെന്ന് വിചാരിച്ച്. സോറി, ഇതൊരു വീട് തന്നെയാണ്. പണ്ടത്തെ വീടല്ല, പണ്ടത്തെ വീടാ. അതെ അതെ അതെ, സൈഡിക്ക് വണ്ടി വരുന്നു. പിന്നെ അതവിടെ കണ്ടോ, ഇവിടെയൊക്കെ ഇവരെ മുറ്റത്തൊക്കെ ഇങ്ങനെ കോലം ഇങ്ങനെ വരച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ അതാ അവിടെയാണ്, അവിടെ ഒരു സ്കൂളുണ്ട്. സ്കൂളിൻ്റെ പേര് GLPS പൈങ്ങാട്ടിരി. ഇവനൊക്കെ അവിടെ പഠിച്ചാണ്. എത്രാം ക്ലാസ്? അവിടെ 4 LP സ്കൂളല്ലേ? നഴ്സറി തൊട്ട് 5. നഴ്സറി തൊട്ട് 5ാം ക്ലാസ് വരെയാണല്ലേ. നമുക്കൊന്ന് പോയേക്കാം. പണ്ട് പഠിച്ച സ്കൂളാണ്. പണ്ട് എന്ന് പറയുമ്പോൾ 30 കൊല്ലം ഉണ്ടോ? 5 കൊല്ലോ? അതെ അതെ, കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, നല്ലൊരു കളറ്, നല്ലൊരു വീട്. ഗൈസ് ചതിച്ചു എന്ന് തോന്നുന്നു. ഇതാണല്ലോ സ്കൂള്. സ്കൂള് പൂട്ടിക്കുക. നാളെ രാവിലെ വരാം. അതാ GLPS പൈങ്ങാട്ടിരി. നമുക്ക് എന്തായാലും പോകാൻ പറ്റൂല ഗൈസ്. ഇവിടുന്ന് സ്ട്രെയിറ്റ് അങ്ങനെ പോയാൽ തോണിച്ചാലെത്തും. പിന്നെ ഇവിടുന്ന് റൈറ്റ് പോയാൽ നമ്മളെ പാലമുക്ക്, അമ്പലവിൽ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും. പള്ളിക്കൽ 2-4 കുറേ സ്ഥലത്തും ഗൈസ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, കാണിച്ചു തരാം. ഇതാണ് അമ്പലം, രാജരാജേശ്വരി കൊട്ടിയൂരാ. അത് ആടെ രാജരാജേശ്വരി ക്ഷേത്രം. ഇവിടെ ഞാൻ പണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വന്നിരിക്കുന്നു. ഇതുണ്ട്, ഇത് നമ്മളെ പാൽ സൊസൈറ്റിയാണ്. അമ്പലത്തിൻ്റെ നേരെ മുമ്പിലായിട്ടാണുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് തന്നെ തിരിച്ചു പോവാം. ഈ വീടിന് മുമ്പിൽ കണ്ടോ, ഫുള്ള് ചുറ്റും അല്ല ഫുള്ള് എന്താണ് പൂക്കളൊക്കെ. അതന്നെ, ഫുള്ള് പൂക്കളൊക്കെ ആയിട്ട്. അതിലെ കൂടെ പോയ അമ്പലയിൽ പാണ്ടിക്കടവ്, പാലമുക്ക്, കല്ലോടി. ഇതിലെ കൂടെ പോയാൽ നമ്മളെ പാണ്ടിക്കടവ് എത്തും, അമ്പലയിലെത്തും. അതെ, പിന്നെ മറ്റേ അതിലെ കൂടെ പോയാൽ മറ്റേ ഏതേനും പാലമുക്ക്. ഇപ്പോൾ ഫുള്ള് തെറ്റിപ്പോന്നു ഗൈസ്. അതന്നെ, അവിടെ പള്ളിക്കൽ 2-4 ആടൊക്കെ എത്തും. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. എന്നാലും ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ട് നടക്കുമ്പോൾ കുറച്ചും കൂടി ഒരു വൈബ് കിട്ടും. എന്താണെന്ന് വെച്ചാൽ എന്താ അറിയില്ല, ഒരു കാണുമ്പോൾ തന്നെ ഒരു വൈബാണ് അല്ലേ? തുറന്ന് പറ. ഇവിടുന്ന് അങ്ങോട്ട് കാണുമ്പോൾ നല്ല രസമായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എന്താ അറിയില്ല, ഒരു പ്രത്യേക ഒരു വൈബാണ് ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ. അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടും കുറച്ചും കൂടി വൈബ് കൂടുതലായിരിക്കും. പട്ടി ഗൈസ്. അപ്പം ഇതിനെപ്പറ്റിയൊക്കെ എനിക്ക് കൂടുതൽ പറയാൻ എനിക്ക് അധികം ഒന്നും അറിയില്ല. നമ്മളങ്ങനെ കുളത്തിനടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ള ഓരോ കാഴ്ചകളൊക്കെ. പിന്നെ എന്താണ് നമ്മളെ ചങ്ങായി തന്നിക്ക്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ.